കേരളത്തിലെ വികസന പദ്ധതികളിലെല്ലാം ഓടിയെത്തി എല്ലാത്തിലും ഇടപെടുകയാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹം ഉൾപ്പെട്ട പല സംഭവങ്ങളും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുല്ലപ്പെരിയാറിലും കൊല്ലത്തും ഇപ്പോൾ വിഴിഞ്ഞത്തും കഴിഞ്ഞ ദിവസം പാപനാശിനിയിലും എല്ലാം സുരേഷ് ഗോപി ഓടിയെത്തിയിരുന്നു. എന്നാൽ ഇത് ഒരു പാരയായി മാറുകയാണെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. വിഴിഞ്ഞത്ത് 2 കേന്ദ്രമന്ത്രിമാരെ എത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതു മുതൽ പിണറായിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് ഫ്ലക്സ് വയ്ക്കാൻ കാത്തിരുന്ന പിണറായിയുടെ നെഞ്ചത്തേക്കാണ് സുരേഷ് ഗോപി ആണിയടിച്ചത്. കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്നാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. ഇതുവരെ വിഴിഞ്ഞത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും പിണറായി നേരിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഒരുവിധം വരുതിയിലാക്കി വരികയായിരുന്നു. ഇതിനിടയ്ക്കാണ് സുരേഷ് ഗോപി ഇറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ CPM ഒരുങ്ങിയിട്ടുണ്ട്. 2 പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന് വലിയ ഗുണം ചെയ്യുന്നതാണ്. പക്ഷേ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോകുന്നതാണ് പിണറായിക്കും സംഘത്തിനും സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണം സുരേഷ് ഗോപിക്ക് വളരെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുമുണ്ട്. ഒരു തറക്കല്ലിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ പോയ പദ്ധതിയെ ഇന്ന് കാണുന്ന ഈ വിജയത്തിലേക്കൊക്കെ എത്തിച്ചത് പിണറായി സർക്കാരാണ്. അതുകൊണ്ടും കൊല്ലത്തും വിഴിഞ്ഞത്തുമെല്ലാം പിണറായി സർക്കാരിന്റെ പ്രയത്നം വളരെ വലുതാണ്. അതിന്റെ ഇടയിൽ ഇന്നലെ വന്ന സുരേഷ് ഗോപി വിരവണ്ട, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരണ്ട എന്നാണ് ഇപ്പോൾ വെട്ടുകിളികളൊക്കെ പറയുന്നത്. ഇതിപ്പോൾ സുരേഷ് ഗോപി ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നേ എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നത് CPMകാർ മാത്രമാണ്. ഇതിലൊന്നും പിണറായി സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. കൂടാതെ ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ്. അപ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഏൽപ്പിച്ച ജോലി അദ്ദേഹം വ്യക്തമായും കൃത്യമായും ചെയ്യുന്നു. അതിന് CPMന് ഒരു കാര്യവുമില്ല. അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഒരു വിഷയവുമല്ല. CPMകാർ ഇതൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് ചർച്ചയാക്കിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വലിയൊരു സംഭവമേ ആകില്ലായിരുന്നു. എന്നാൽ ഇതിപ്പോൾ ഇവർ ചർച്ചയാക്കിയപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ സുരേഷ് ഗോപിക്ക് പോവുകയാണ്. കൊല്ലത്തെ ഇന്ധന പര്യവേക്ഷണത്തിലും കൃത്യമായ പ്ലാൻ ഉണ്ട് കേന്ദ്രമന്ത്രിക്ക്. കൊല്ലം തീരത്തെ എണ്ണ ഖനന സാധ്യത പരിശോധിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ചുമതലയേറ്റതിന് പിന്നാലെ ആദ്യം പറഞ്ഞ കാര്യമാണ്. കൊല്ലത്ത് എണ്ണ ഖനനം സാധിക്കുമെന്ന് ഊഹാപോഹവുമുണ്ട്. ഇക്കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് സുരേഷ് ഗോപി. വർഷങ്ങളായി കൊല്ലത്തെ പെട്രോൾ സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും പര്യവേക്ഷണം നടത്താനൊന്നും സർക്കാർ ഇതുവരെയും തയ്യാറായിരുന്നില്ല. പര്യവേക്ഷണത്തിന് മാത്രം കോടികളുടെ ചെലവ് വരുമെന്നതായിരുന്നു കാരണം. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇത് പര്യവേക്ഷണം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്തും വിഴിഞ്ഞത്തും അടികിട്ടിയ അവസ്ഥയാണ് CPMന്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ തുടർ വികസനത്തിന് ആക്കം കൂട്ടാൻ കേന്ദ്ര റെയിൽ ഷിപ്പിംഗ് മന്ത്രിമാരെ വൈകാതെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇരു കേന്ദ്രമന്ത്രിമാരെയും നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടും. കേന്ദ്രമന്ത്രി ആയ ശേഷം ആദ്യമായി തുറമുഖ സന്ദർശനത്തിന് എത്തിയതായിരുന്നു സുരേഷ് ഗോപി. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താൽപര്യമുണ്ടെന്ന് പറഞ്ഞ സുരേഷ് ഗോപി വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ശംഖുമുഖത്തിനും കോവളത്തിനും പ്രത്യേക പരിഗണന നൽകുമെന്നും അറിയിച്ചു. ഇതോടനുബന്ധിച്ച് കോവളത്ത് മോട്ടൽ സൗകര്യം ഉൾപ്പെടെ സജ്ജമാക്കും. ശുദ്ധജല തടാകമായ വെള്ളായണിക്കായലിൽ ഉറവകൾ തെളിയിച്ചും ആഴം കൂട്ടിയും ജലലഭ്യത വർദ്ധിപ്പിക്കും. വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായി കായലിന് ചുറ്റും സൈക്കിൾ നടപ്പാതകൾ, പക്ഷി ആവാസ കേന്ദ്രങ്ങൾ എന്നിവ സജ്ജമാക്കും. മുതലപ്പൊഴിയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കും. ഇതിനായി ഹാർബർ എഞ്ചിനീയറിംഗ്, ജിയോളജി വിഭാഗം, അദാനി തുറമുഖ കമ്പനി എന്നിവരുമായി സഹകരിച്ച് പദ്ധതി തയ്യാറാക്കും എന്നും അദ്ദേഹം അറിയിച്ചു. വിസിൽ MD ഡോക്ടർ ദിവ്യ S. അയ്യർ, CEO ശ്രീകുമാർ K. നായർ, അദാനി തുറമുഖ കമ്പനി CEO പ്രദീപ് ജയരാമൻ, കോർപ്പറേറ്റ് അഫയേഴ്സ് മേധാവി ഡോക്ടർ അനിൽ ബാലകൃഷ്ണൻ, BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ, നടന്മാരായ മണിയൻപിള്ള രാജു, നന്ദു തുടങ്ങിയവരൊക്കെ ഒപ്പമുണ്ടായിരുന്നു.